അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ നിലത്ത് വീണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ശൗലിനെ കുറിച്ച് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അവൻ സഭയെ വളരെയേറെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവനാണ് യേശാവിൽ. കാര്യമെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് തന്നെ ആരും കർത്താവെന്ന് പറയുവാൻ പാടില്ല. അവൻ പഠിച്ചതനുസരിച്ച് അവൻ അതിൽ സന്തോഷമായി ചെയ്തുകൊണ്ടിരുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന് ജോലി ചെയ്യുന്നു എന്ന് അവന് തോന്നി. അവൻ സഭയെ വളരെയേറെ അവൻ ഉപദ്രവിച്ചു. അപ്പോൾ ഓരോ സഭയിലും വിശ്വാസികൾ ഉപദ്രവപ്പെടുന്നത് കാണുമ്പോൾ അവന് വളരെ കൂടുതൽ അധികമായിട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ്റെ ആ പ്രവർത്തികൾ കണ്ടിട്ട് കർത്താവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ വശീകരിച്ചു. അവൻ്റെ ചുറ്റും ഒരു വെളിച്ചം ചുറ്റിമിന്നി. ആ വെളിച്ചത്തിൽ അവൻ്റെ കണ്ണിൻ്റെ പ്രകാശം പോയി അവൻ നിലത്ത് വീണുകയാണ്. വീഴുന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നീ ആരാകുന്നു കർത്താവേ എന്ന്. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ തന്നെ നാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ വഴിപിഴച്ച് നടക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് ഹിതമില്ലാത്തത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുമ്പോൾ നാം കർത്താവിനോട് നിലവിളിക്കാറുണ്ട്, കർത്താവേ നീ ഒന്ന് സഹായിക്കണമേ എന്ന്. നാം അവിടെ കുറ്റം പറയാതെ അവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ തക്ക സമയമാകുമ്പോൾ കർത്താവ് അവർമേൽ തൻ്റെ തേജസ് ചുറ്റുമിന്നുകയും അവരെ കർത്താവിനൊരു പ്രിയ പൈതലായി മാറ്റുവാനും ദൈവത്തെ കൊണ്ട് കഴിയും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആരെക്കൊണ്ട് നിങ്ങൾ അനുസരണയില്ല എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം മാത്രമേ ചെയ്യുന്നു എന്ന് ആരെക്കുറിച്ചാണ് നിങ്ങൾ വിചാരപ്പെട്ട് അധികമായിട്ട് ദുഃഖിച്ചിരിക്കുന്നുവോ, ഈ ദിവസങ്ങളിൽ അവരെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ ശൗലിനെ ഒരു പൗലോസാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയും കാത്തിരിക്കുന്നു. നാം എപ്പോഴും നമ്മെക്കൊണ്ട് കഴിയുന്നില്ല, കർത്താവേ നീ തന്നെ എനിക്കിത് ശരിയാക്കി തരണമെന്ന് അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നുവോ, ആ നിമിഷം മുതൽ കർത്താവ് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരെ നേരെയാക്കുന്നുള്ള ജോലി കർത്താവ് ചെയ്തെടുക്കും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവ ആശ്രയത്തിനായി കാത്തിരിക്കുന്ന ഒരു ജീവിതം കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ ശൗൽ സഭയെ ഉപദ്രവിച്ചതുപോലെ കർത്താവെ ഇന്ന് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവ സമൂഹത്തിന് അല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ഓരോരുത്തർക്കും കർത്താവെ ഉപദ്രവങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ. അവരാരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ആർക്ക് വേണ്ടിയാണ് ഇവർ കണ്ണീര് വീഴ്ക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് തന്നെ കർത്താവ് ഒരു വെളിച്ചം അനുഭവിച്ചു കൊടുക്കുവാനും അവരെ കർത്താവിലേക്ക് വശീകരിക്കുവാനും അങ്ങയുടെ പ്രിയ മക്കളായി മാറ്റി ഈ ലോകത്തിൽ മാത്രമല്ല കർത്താവ് നിൻ്റെ രാജ്യത്തിൽ നന്മകൾ പ്രാപിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ. ജീസസ്.